ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് രാമശ്ശേരിയിലാണ് കേട്ടോ. ഇവിടുത്തെ ഇഡ്ഡലി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. രാമശ്ശേരിയിലാണ് കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ലോകത്തിൽ മൊത്തം ഫേമസ് ആണല്ലേ ചേച്ചി? ലോകത്തിൽ മൊത്തം ഫേമസ് ആയിട്ടുള്ള രാമശ്ശേരി. ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഈ ഒരു ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ആണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിന് വടുപ്പ് കയറും അല്ലേ. പക്ഷേ ഈ ഒരു ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം, 2 ദിവസമൊക്കെ നമുക്ക് ഒരു കേടും കൂടാതിരിക്കും അല്ലേ. 2 ദിവസമൊക്കെ ആണെങ്കിലും ഒരു കേടും കൂടാതെ നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ് ഇത്. ഇവരുടെ കുടുംബപരമായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഈ ഒരു രാമശ്ശേരിയിൽ മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നുള്ളൂ. വേറെ എങ്ങും ഈ ഒരു ഇഡ്ഡലി കിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒത്തിരി ദൂരെ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ടോ? ഒത്തിരി ദൂരെ നിന്നുള്ളവരൊക്കെ വന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒത്തിരി ദൂരെ നിന്നുള്ളവരൊക്കെ വരാറുണ്ട് അല്ലേ. അങ്ങനെ ഇപ്പൊ മലമ്പുഴ അവിടെയുള്ള ടൂറ് പോണവരൊക്കെ ആണെങ്കിലും രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിറയെ നല്ല സൂപ്പർ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും അല്ലേ. അതിൻ്റെ ഒപ്പം ഒരു പൊടിയാണ്, സ്പെഷ്യൽ പൊടിയാണ് ഇതിന്റെ കൂട്ടെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്നത് പോലത്തെ ആണല്ലേ. നിങ്ങൾ എത്ര കുടുംബക്കാരുണ്ട് ഇവിടെ? ഇതിന്റെ കൂട്ടൊരു, അതെ, ഇതിന് സീക്രട്ടാണ്. ഇതിന്റെ കൂട്ടെന്ന് പറയുന്നത് കമ്പനി സീക്രട്ടാണ്. അത് അവര് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയേറെ സ്പെഷ്യാലിറ്റി വന്നത്. കുടുംബപരമായിട്ട് കൈമാറി വന്ന അല്ലെങ്കിൽ കൈമാറി കിട്ടിയ ഒരു തൊഴിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഈ ഒരു കുടുംബക്കാർ മാത്രമാണ് ഈ ഒരു രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി നൽകണത്. മണ്ണ് കൊണ്ടുള്ള റിങ്ങിനകത്ത് നൂല് കെട്ടി അതിൻ്റെ മേളിൽ തുണി വിരിച്ചിട്ടാണ് കേട്ടോ ഈ ഇഡ്ഡലിക്കുള്ള മാവ് അതിനകത്തേക്ക് ഒഴിക്കണത്. എന്നിട്ട് അത് ഇതേപോലെ കലത്തിൻ്റെ മേളിൽ വെച്ചിട്ട് മേലെ വെച്ചിട്ട് വലിയ കലം കൊണ്ട് മൂടിയിട്ട് ആവിയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. വന്ന് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ഓർഡർ ചെയ്ത് മേടിക്കാനുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ അയച്ചു കൊടുക്കില്ലേ? ആണല്ലേ. പക്ഷേ കയറ്റുമതിയൊക്കെ ഉണ്ട്. കയറ്റുമതിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് കൊറിയർ ഓഫീസിലേക്ക് വീട്ടിൽ കൊണ്ടുപോയല്ലോ. വീട്ടിലേക്കല്ല, അവിടുത്തെ വെക്കുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു നോക്കാം. പൊടിയിട്ടു, പൊടിയിൽ എണ്ണ ഒഴിച്ചു, അതിൻ്റെ കൂട്ടായി നല്ല അടിപൊളിയായിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കുഴയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇടുവാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ കഴിക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് കഴിക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു ഇഡ്ഡലി കഴിക്കണേക്കാളും ഒരു ഡിഫറൻസ്. അടിപൊളിയാണ്. സ്ഥലം വന്നത് പാലക്കാട് ജില്ലയിൽ എലപ്പള്ളി പഞ്ചായത്തിൽ രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കിട്ടുക. രാമശ്ശേരി അമ്പലമുണ്ട്. ഇവിടെ രാമശ്ശേരി അമ്പലമുണ്ട്. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ സഞ്ജയ് കൃഷ്ണ എന്ന് പറയുന്ന കടയിലാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ട്രാൻസ്ഫോമറിന്റെ അടുത്ത്. അപ്പൊ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ പാലക്കാട് വരുമ്പോൾ ഇത് മിക്സ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് മേടിച്ചോണ്ട് പോകണമെങ്കിൽ മേടിച്ചിട്ട് പോവാം. ഒന്നും ആവില്ല. യാത്രക്കൊക്കെ നമുക്ക് പറ്റിയ ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനിത് കഴിക്കട്ടെ, വെയിറ്റ് ചെയ്യേ. ഇവിടെ രാവിലെ വരണം കേട്ടോ. നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു നേരത്തെ വന്നത്. ഒരു രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവർ ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് ഉണ്ടാക്കുക കേട്ടോ.
എപ്പോൾ വന്നാലും ഉണ്ടാകും. എന്നാലും രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് ഇരുന്ന് കഴിക്കണവർ കുറവായിരിക്കും. മേടിക്കുകയും ചെയ്തു, പൊതി മേടിക്കുകയും ചെയ്തു. ഇതെന്ന് പറയുന്നത് സ്പടികം സിനിമയിൽ നമ്മൾ കാണുന്ന പാറമടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് പോകുന്ന, ഈ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ പാറമട ഉള്ളത്. അതേപോലെ തന്നെ ഈ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ ഗാന്ധി ആശ്രമം, സ്വാതന്ത്ര്യ സമര സ്മാരകമായിട്ടുള്ള ഗാന്ധി ആശ്രമവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.